Hello, dear students. Hope that all are fine. Welcome back to the virtual classroom of SACE, SNIT Ado. This is the fifth lecture of Module 6 of the subject CE 402 Environmental Engineering 2. I am Rishmi M. Raju, APCE, SNIT Ado. The topic is anaerobic digestion tanks. Actually, sludge digestion രണ്ട് ടൈപ്സിലുള്ള ടാങ്ക്സ് ആണുള്ളത്. എയറോബിക് ഡൈജഷൻ ടാങ്ക്സും ഉണ്ട്, അനറോബിക് ഡൈജഷൻ ടാങ്ക്സും ഉണ്ട്. ഇപ്പം നമ്മുടെ സിലബസിൽ അനറോബിക് ഡൈജഷൻ്റെ കാര്യമാണ് പറയുന്നത്. സിലിണ്ട്രിക്കൽ ഷേപ്പിൽ വന്നിട്ട് ഹോപ്പർ ബോട്ടമുള്ള ഒരു RCC ടാങ്കാണ് ശരിക്കും സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് കവേർഡ് വിത്ത് എ ഫിക്സഡ് ഓർ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഓഫ് റൂഫ്. ഫ്ലോട്ടിംഗ് ടൈപ്പ് റൂഫാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ഓപ്പറേഷൻ നടത്താൻ സഹായിക്കുന്നത്. ദ വെയ്റ്റ് ഓഫ് ദ കവർ ഈസ് സപ്പോർട്ടഡ് ബൈ സ്ലഡ്ജ് ആൻഡ് ദ ലിക്വിഡ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ടാങ്ക് വാൾ ആൻഡ് ദ സൈഡ്സ് ഓഫ് ദ കവർ പ്രൊവൈഡ്സ് എ ഗുഡ് സീൽ. ഇവിടെ നമ്മൾ റോ സ്ലഡ്ജിനെ പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ സീഡിങ്ങിനായിട്ട് നമ്മുടെ ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെ തന്നെ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ട് അനറോബിക് ഡൈജഷനാണ് നടക്കുന്നത്. അങ്ങനെ ചില ഗ്യാസസ് ആഫ്റ്റർ ഡീകമ്പോസിഷൻ ഫോം ചെയ്യുന്നുണ്ട്. മേലോട്ട് പൊങ്ങുന്ന ഈ ഗ്യാസസിനെ നമ്മൾ ശരിക്കും കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ബൈ ഗ്യാസ് ഡോം. ദ കവർ ക്യാൻ ഫ്ലോട്ട് ഓൺ ദ സർഫസ് ഓഫ് ദ സ്ലഡ്ജ് ബിറ്റ്വീൻ ദ ലാൻഡിംഗ് ബ്രാക്കറ്റ്സ് ആൻഡ് ദ ഓവർഫ്ലോ പൈപ്പ്. ഇവിടെ കുറച്ച് ലാൻഡിംഗ് ബ്രാക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എൻറ്റിറ്റീസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇടയിലായിട്ടാണ് ശരിക്കും നമ്മൾ ഈ കവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി കവറിനെ അവിടെ വെക്കാൻ വേണ്ടി കുറച്ച് റോളേഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ സെറ്റിലാവുന്ന ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് ബൈ യൂസിങ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പീരിയോഡിക്കലി വൺസ് എ വീക്ക്. ഇനി സ്ലഡ്ജ് ഡൈജഷന് നമുക്ക് ടെമ്പറേച്ചർ വേണമെന്നറിയാം. സോ ഒപ്റ്റിമം ടെമ്പറേച്ചർ അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹീറ്റിംഗ് കോയിൽസ് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഹീറ്റിംഗ് കോയിൽസിൽ ശരിക്കും നമ്മൾ ഹോട്ട് വാട്ടർ സർക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ സൂപ്പർനേറ്റഡ് ലിക്വർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ളത് സ്കം ലെയറിനും സ്ലഡ്ജിനും ഇടയ്ക്കാണ് നിൽക്കുന്നത്. അതിനെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി ചില വിഡ്രോവൽ പോയിന്റ്സ് നമ്മൾ പലയിടത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യാനുണ്ട് അറ്റ് ഡിഫറെൻറ്റ് എലിവേഷൻസ് ഓഫ് ദ ടാങ്ക്. ഇനി ഇത് ആ സൂപ്പർനേറ്റഡ് ലിക്വർ എന്ന് പറയുന്നത് BOD കണ്ടൻറ്റും സസ്പെൻഡഡ് മാറ്ററും കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളതിനെ ഫർദർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ വരുന്ന ആ സ്കമ്മിനെ ശരിക്കും നമ്മൾ ബ്രോക്കൺ ചെയ്യാറുണ്ട്. അത് റീസർക്കുലേറ്റഡ് ഫ്ലോ വെച്ചിട്ട് ചെയ്യും, അല്ലാണ്ട് നമ്മൾ മെക്കാനിക്കൽ ചില റാക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് വിച്ച് ആർ കോൾഡ് സ്കം ബ്രേക്കേഴ്സ്. ഇനി ഇതിൽ ഫോം ചെയ്യുന്ന സ്ലഡ്ജ് ഗ്യാസ് എന്ന് പറയുന്നത് 0.014 to 0.028 മീറ്റർ ക്യൂബ് പെർ ക്യാപിറ്റ വിത്ത് 0.017 മീറ്റർ ക്യൂബ് ബീങ് ക്വൈറ്റ് കോമൺ. ഫോം ചെയ്യുന്ന ഗ്യാസിൽ 65% മീത്തേൻ ആണ് വിച്ച് ഇസ് ഹാവിങ് എ ഗുഡ് കലോറിഫിക് വാല്യൂ. 30% കാർബൺ ഡൈ ഓക്സൈഡും 5% നൈട്രജനും മറ്റ് ഇനേർട്ട് ഗ്യാസസും കാണാറുണ്ട്. നാച്ചുറൽ ഗ്യാസുമായിട്ട് റിസംബ്ലൻസ് ഉള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെയുള്ള നമ്മുടെ ഫ്ലോട്ടിംഗ് കവർ വരുന്ന ഒരു ഡൈജഷൻ ടാങ്കിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പാർട്സും ഇതിൽ കാണിച്ചിട്ടുണ്ട്. ലൈക്ക് ലാൻഡിംഗ് ബ്രാക്കറ്റ്സ്, വെന്റിലേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് ഡോം, നമ്മളൊരു മാൻഹോൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ മാക്സിമം സ്ലഡ്ജ് ലെവൽ നമ്മളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. ഡൈജസ്റ്റഡ് സ്ലഡ്ജിനെ ഡ്രോപ്പ് ചെയ്യാനുള്ള പ്രൊവൈഡിങ് കാണിച്ചിട്ടുണ്ട്. പ്രൊവിഷൻ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. സൂപ്പർനേറ്റഡ് ഡ്രോ ഓഫ്സും കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഗ്യാസ് എൻജിൻസിൻ്റെ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഹീറ്റിങ്ങിന് സ്ലഡ്ജിൻ്റെ ഹീറ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, അതിനും നമ്മൾ ഇത് തന്നെയായിരിക്കും മിക്കവാറും യൂസ് ചെയ്യുക. ഇനിയും ഇതിനെ നമുക്ക് 3 രീതിയിൽ സബ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദർ ഇസ് കൺവെൻഷണൽ ഓർ സ്റ്റാൻഡേർഡ് ഡൈജസ്റ്റർ, ഹൈ റീച്ച് കംപ്ലീറ്റ്ലി മിക്സ് സിംഗിൾ സ്റ്റേജ് ഡൈജസ്റ്റർ ആൻഡ് 2 സ്റ്റേജ് ഡൈജസ്റ്റർ. നമുക്കിനി അത് ഓരോ ടൈപ്പും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസസ് വരുന്നതെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ ഈസ് കൺവെൻഷണൽ ഓർ സ്റ്റാൻഡേർഡ് റേറ്റ് ഡൈജസ്റ്റർ. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഒരു സർക്കുലർ ടാങ്കാണ് ശരിക്കും. ഇവിടെ ശരിക്കും തിക്കനിങ്ങും ഡൈജഷൻ ഓഫ് സ്ലഡ്ജ് രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. യൂഷ്വലി ഇത് നമ്മൾ ഹീറ്റ് ചെയ്യാറില്ല. അതേപോലെ സ്ലഡ്ജ് കണ്ടന്റ് എന്ന് പറയുന്നത് മിക്സ് ചെയ്യാറുമില്ല. Normally, less than 50% of the digester volume is used effectively because of the stratification of the contents into 3 layers and inadequate mixing. It is also known as single stage digester. ഇവിടെ ശരിക്കും ഒരു സോണിങ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 50%ഉം അവിടെ ഡൈജസ്റ്റർ വോളിയം യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് സ്ട്രാറ്റിഫിക്കേഷൻ. ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഇനി അടുത്ത മെത്തേഡാണ് ഹൈ റേറ്റ് കംപ്ലീറ്റ്ലി മിക്സ്ഡ് സിംഗിൾ സ്റ്റേജ് ഡൈജസ്റ്റർ. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇതും ഒരു സിംഗിൾ സർക്കുലർ ടാങ്കാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സ്ലഡ്ജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഫെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മിക്സിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി വിഗ്റസ്ലി. ഇനി ഡൈജസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് മീസോഫിലിക് റേഞ്ചിൽ, അതായത് 20 to 40 ഡിഗ്രി സെൽഷ്യസിൽ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡൈജസ്റ്ററിനെ ഹീറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ സ്ലഡ്ജ് എന്ന് പറയുന്നത് ഈസ് തിക്കൻ ടു സോളിഡ്സ് കോൺസെൻട്രേഷൻ ഓഫ് അബൌട്ട് 6% ആൻഡ് ദ ഡിറ്റൻഷൻ ടൈം ഈസ് യൂഷ്വലി 10 to 15 days. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും കണ്ടിന്യൂസ് മിക്സിംഗ് ഉള്ളതുകൊണ്ട് സൂപ്പർനേറ്റൻ സെപ്പറേഷൻ ഇവിടെ സംഭവിക്കുന്നില്ല. ഗ്യാസസ് സെപ്പറേറ്റ് ആവുന്നുണ്ട്, അതിനെ നമുക്ക് റിമൂവും ചെയ്യാൻ പറ്റും. ഇനി തേർഡ് ടൈപ്പാണ് 2 സ്റ്റേജ് ഡൈജസ്റ്റേഴ്സ്. അതിൻ്റെ ഫിഗേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. 2 സ്റ്റേജസ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. അതിനു വേണ്ടി 2 സർക്കുലർ ടാങ്ക്സ് വിച്ച് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് യൂഷ്വലി മോർ ദാൻ 6 meter and the liquid depth in each tank is generally not less than 7 meter. ഇവിടെ നമ്മൾ ആദ്യത്തെ ടാങ്കിൽ സ്ലഡ്ജ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ മിക്സിങ് ഭയങ്കര വിഗറസ്ലി നമ്മൾ ചെയ്യും. ആദ്യത്തെ ടാങ്കിലാണ് ശരിക്കും ഡൈജഷൻ ഓഫ് സ്ലഡ്ജ് നടക്കുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന ഡൈജസ്റ്റഡ് സ്ലഡ്ജിന് നമ്മൾ സെക്കൻഡ് ടാങ്കിലേക്ക് കൊടുക്കും ഫോർ കോൺസെൻട്രേറ്റിംഗ് ആൻഡ് സ്റ്റോറിംഗ് ദ സ്ലഡ്ജ്. ആദ്യത്തേതിനെ നമ്മൾ പ്രൈമറി എന്നും രണ്ടാമത്തേനെ സെക്കൻഡറി ടാങ്ക്സ് എന്നാണ് വിളിക്കുന്നത്. പ്രൈമറി ടാങ്കിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഹൈ റേറ്റ് സിംഗിൾ സ്റ്റേജ് ഡൈജസ്റ്റർ ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇനിയും ഇങ്ങനെ നമ്മൾ 2 സ്റ്റേജ് ഡൈജഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. It does not allow short circuiting of the sludge as is possible in the case of single stage digestion. Construction and working of the tank is relatively simple. Digestion efficiency is increased. Large amount of scum formation is avoided. Supernatant liquor obtained from secondary digestion tank is of far better quality. Total cost is less than to single stage digestion tank. Secondary sludge tank acts only as settling tank. ഇത് ഇത്രയുമാണ് 2 സ്റ്റേജ് ഡൈജഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇത് പഠിക്കണം, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ അനേറോബിക് ഡൈജഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മീഥെയ്ൻ റിക്കവേർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ സോഴ്സ്. റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ലാൻഡ്ഫിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് വെൻ അതർവൈസ് these untreated sludge is disposed on landfill, which then broken down anaerobically to release methane into atmosphere. A reduction in volume of sludge and improving dewatering characteristics of the sewage makes it easy to dry. Reduces odor and flight problem. Low operating cost since energy is not required to supply oxygen being anaerobic process. ഡിസ്പോസലിൻ്റെ കാര്യമൊക്കെ നമ്മൾ വിശദമായി പോകെ പഠിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. Accumulation of heavy metal and recalcitrant contaminants in the sludge. Narrow operating temperature control range. When heating is to be provided, safely handling is required with electrical grid-based heat management. Recalcitrant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോമ്പൗണ്ട്സ് ഒക്കെ
അതായത് ഒരു മാറ്റവും ഇല്ലാണ്ട് കിടക്കുന്ന ചില കോമ്പൗണ്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള കണ്ടാമിനൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകാൽസിട്രനറ്റ് കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, സോ പഠിക്കണം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്ലഡ്ജ് കണ്ടീഷനിങ്. കഴിഞ്ഞ പ്രാവശ്യം KTUവിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സ്ലഡ്ജ് കണ്ടീഷനിങ്. തിക്കനിങ് കഴിഞ്ഞ് വരുന്ന സ്ലഡ്ജും അതേപോലെ തന്നെ ഡൈജഷൻ കഴിഞ്ഞ് വരുന്ന സ്ലഡ്ജിലും ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ പിന്നെയും ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ വാട്ടറുമായിട്ട് ഹൈ അഫിനിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതും പോരാഞ്ഞിട്ട് ഇതിൽ സ്ലഡ്ജ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വേരിയസ് സൈസ് ആൻഡ് ഷേപ്പിലും വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനൊരിക്കലും നമുക്ക് കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇതിനടുത്ത് കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജാണ് ഡീവാട്ടറിങ് എന്ന് പറയുന്നത്. അത് ഡിഫിക്കൽട്ട് ആവും. അപ്പം അതിനെ എയ്ഡ് ചെയ്യാൻ വേണ്ടി ടു ഇംപ്രൂവ് ഡീവാട്ടറിങ് ഓഫ് ദ സ്ലഡ്ജ് നമുക്ക് നമ്മുടെ സ്ലഡ്ജിനെ അതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടി വരും, ഫിസിക്കലി ആൻഡ് കെമിക്കലി. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ശരിക്കും സ്ലഡ്ജ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇതിന് യൂഷ്വലി 2 മെത്തേഡ്സ് ആണ്, അഡീഷൻ ഓഫ് കെമിക്കൽസ് പിന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അഡീഷൻ ഓഫ് കെമിക്കൽസിന് നമ്മൾ കെമിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ശരിക്കും ചില കെമിക്കൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വിച്ച് റിസൾട്ട്സ് ഇൻ കോയാഗുലേഷൻ ഓഫ് ദ സോളിഡ്സ് ആൻഡ് റിലീസ് ഓഫ് അബ്സോർബ്ഡ് വാട്ടർ. വാക്യൂം ഫിൽട്രേഷനും സെൻട്രിഫിക്കേഷനും ഒക്കെ മുന്നേ നമ്മൾ കണ്ടീഷനിങ് കൊടുക്കാറുണ്ട്. ഇതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത് ഫെറിക് ക്ലോറൈഡ്, ലൈം, ആലം ആൻഡ് ഓർഗാനിക് പോളിമേഴ്സ്. ഇതിന് വേണ്ട ഡോസേജ് നമ്മൾ ഡിഫറെൻറ്റ് ലബോറട്ടറി ടെസ്റ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ദ സ്ലഡ്ജ് വിച്ച് ഈസ് ഡിഫിക്കൽട്ട് ടു ഡീവാട്ടർ റിക്വയർസ് ഹയർ ഡോസേജ്. ഇനി ഇതിൻ്റെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റെബിലൈസേഷനും അതേപോലെ തന്നെ കണ്ടീഷൻ പ്രോസസ്സുമാണ്. ഇവിടെ നമ്മൾ സ്ലഡ്ജിനെ ഹീറ്റ് ചെയ്യാണ് ഒരു 30 മിനിറ്റിലേക്ക് അണ്ടർ എ പ്രഷർ ഓഫ് 1 to 1.4 mn/m². ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 140 to 200 ഡിഗ്രി സെൽഷ്യസ് വരും. The treatment coagulates solids, breaks down the gel structure and reduces the water affinity of sludge solids. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലഡ്ജ് സ്റ്റെറിലൈസ് ആയി ഡീവാട്ടേർഡ് ആയി അതേപോലെ തന്നെ ഫിൽറ്റർ പ്രോസസ്സിന് വേണ്ടി റെഡി ആയിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് നമുക്ക് കിട്ടും വിത്തൗട്ട് എനി അഡീഷൻ ഓഫ് കെമിക്കൽസ്. Heat treatment process is most applicable to biological sludges that may be difficult to stabilize or condition by other means. The capital cost of equipment generally limit its use in the larger plants. കാരണം ഹീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡിവൈസസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കൂട്ടുന്ന ഒരു സംഗതിയാണ്. ബട്ട് കെമിക്കൽസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കെമിക്കൽസിൻ്റെ ചിലവെന്ന് പറയുന്നത് അതിൽ കുറവായിരിക്കും. അപ്പം ഇതാണ് ശരിക്കും സ്ലഡ്ജ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അനറോബിക് ഡൈജഷൻ ടാങ്ക്സ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നൊക്കെയുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്താണ് സ്ലഡ്ജ് കണ്ടീഷനിങ് പ്രോസസ്സ് എന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.